അസ്സലാമു അലൈക്കും, നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാലക്കാട്ടുകാരനാണ്. നമ്മുടെ ഈ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹൈന്ദവ സമൂഹം ജീവിക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന നല്ലൊരു സ്ഥലമാണ്. നമ്മൾ ഏത് ജില്ലയിൽ പോയാലും അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ഏത് ജില്ലക്കാരനെ കണ്ടാലും അവരോട് സംസാരിക്കുമ്പോൾ പാലക്കാട്ടുകാരനാണ് അല്ലെങ്കിൽ പാലക്കാട്ടുകാരാണെന്ന് പറയുമ്പോൾ അതിനൊരു അഭിമാനമുണ്ട്. പക്ഷേ അവരെല്ലാം അപമാനിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്നുണ്ട്. ആദ്യം അത് കേൾക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വിശദീകരണവും ഞാൻ തരാം. ദയവ് ചെയ്തിട്ട് ആരും ഒരു വർഗീയത രീതിയിൽ എടുക്കരുത്, നല്ല രീതിയിൽ ചിന്തിക്കുക. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ഹലോ, ഞാനിപ്പം ലുലുമാളിലാണുള്ളത്. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുള്ളത്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ രണ്ട് കുട്ടികൾ തൂക്കി വെച്ച പിള്ളേർ, മദ്രസ അത് ഞാൻ പറയാതാണ് കാര്യം. ആ മുസ്ലിം വേഷത്തെ രണ്ട് കുട്ടികൾ എന്നെ കണ്ട് കൊഞ്ഞനം കുത്തി കേട്ടോ, റോഡിൽ വെച്ച് കൊഞ്ഞനം കുത്തി കാണിക്കും. അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളല്ലേ, മദ്രസ പൊട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ്, സമ്മതിക്കും. പക്ഷേ ഇന്നൊരു വയസ്സായ തള്ള പറഞ്ഞിട്ട് മുഖക്കെ മൂടി വന്നിട്ട് എൻ്റെ കൂടെയുള്ള കുട്ടീൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിൽ പിടിപ്പിക്കുക പൈസ ലുലുമാളിൽ. ഇതെന്താ? ഞങ്ങൾ ഓടിച്ചെന്നു ഈ തള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ തള്ളെ കാണാനില്ല. കാരണം പറഞ്ഞിട്ട് കുറേ എണ്ണം അവിടെ ഉണ്ട്. ഏത് പോകാൻ വിചാരിച്ചിട്ടാ പിടിക്കണത്? അതിനൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിൽ നിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പബ്ലിക്കിൽ ഈ 16 വയസ്സായ ഒരു ചെറുപ്പക്കാരി വന്നിട്ടാണ് ഇങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കുന്നത്, തള്ള എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വിഷയത്തിലേക്ക് വരാം പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പം ഇത് ഒരു സാധാരണ വീട്ടമ്മയാണ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയ വഴി കൂടെ പല പേജുകളും ഹൈന്ദവരെ കവർ ചെയ്യാൻ വേണ്ടി, ഹൈന്ദവരെ പിടിക്കാൻ വേണ്ടി മാത്രം സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദൈവങ്ങളുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ഇഷ്ടം പോലെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാത്തിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ വാട്സാപ്പിലേക്ക് ഇവരെ വിളിക്കും. വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, വരും നമ്മുടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഹൈന്ദവരായ ആളുകൾ, നല്ല മനസ്സൊക്കെ ശുദ്ധമായിരിക്കും അവരുടെ, യാതൊരു വർഗീയതയൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷേ ഇവർ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ ഇഞ്ചക്ട് ചെയ്യുന്നത്, നമ്മുടെ വാട്സപ്പ് വഴി കൂടെ ഇഞ്ചക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ പാകിസ്ഥാനത്തെയും വിഷയങ്ങൾ മുസ്ലിങ്ങളുടെ എടുത്ത് ഇടും. ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ആ രാജ്യങ്ങളൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അവിടെയൊന്നും ഒരു സ്വൈരമായിട്ടുള്ള ഒരു സമാധാനത്തുമായിട്ടുള്ള ഒരു ജീവിതവും അവർ നയിക്കുന്നില്ല. അത്രയ്ക്കും ബുദ്ധിയില്ലായ്മയിൽ പോകുന്ന ആളുകളാണ്. നമ്മൾ വിദേശത്തിരിക്കുന്ന പല ആളുകൾക്കും അത് അറിയുകയും ചെയ്യാം. നമ്മൾ അവരായിട്ട് ഇടപെടുമ്പോൾ തന്നെ അവരുടെ ബുദ്ധിയൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരുടെ വിഷയങ്ങളാണ് ഇവരിലേക്ക് എത്തിക്കുക. പിന്നീട് പതിയെ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ എടുത്തിടും. അതായത് നോർമലായിട്ട് ഒരാൾ പറഞ്ഞിട്ട് പോകുന്നു, അതല്ലെങ്കിൽ നോർമലായിട്ട് ഒരു തൊപ്പിയും മുണ്ട കൊടുത്തിട്ട് പോകുമ്പോൾ ആ വിഷയങ്ങൾ എടുത്തിട്ട് ഇവർ അങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഒരു സാധാരണ വീട്ടമ്മ വന്നിട്ട് അവരുടെ വർഗീയത, അതായത് ഈ വാട്സപ്പിലൂടെ ഇവരുടെ മൈൻഡിലേക്ക് കുത്തിവെച്ച ആ വർഗീയതയാണ് ഇവർ വന്ന് തുപ്പുന്നത്. ഇതിൻ്റെ ദോഷം അനുഭവിക്കുന്നത് ആരാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവരായ ആൾക്കാർ തന്നെ. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പല സ്ഥലത്തും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അത് ആഘോഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്നത്, അതുമാതിരി തന്നെ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ശരിക്കും ആകുന്നതും അതുപോലെ തന്നെ ദോഷമുണ്ടാകുന്നതും ഇവിടുത്തെ സാധാരണ നോർമലായി ജീവിക്കുന്ന ഹിന്ദു മതക്കാർക്ക് തന്നെയാണ്. കാരണം വിദേശത്ത് നിങ്ങൾക്കറിയാലോ, വിദേശത്ത് കൂടുതലും ക്രിസ്ത്യാനി മാനേജ്മെൻറ്റാണ് കൂടുതൽ സ്ഥലത്തും. അതിനിപ്പോൾ മുസ്ലിം രാജ്യത്തായാലും ശരി, യൂറോപ്യൻ രാജ്യത്തായാലും ശരി, അതുപോലെ തന്നെ മുസ്ലിം രാജ്യത്ത് കൂടുതലും മുസ്ലിം മാനേജ്മെൻറ്റുള്ള സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ എല്ലാം ജോലി ചെയ്യുന്നത് ആരാണെന്നറിയോ? നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവരായ കുറേ ആൾക്കാരാണ്. ഒരു 80%. ഇപ്പോൾ നിങ്ങൾ മലബാർ ഗോൾഡ് എടുത്തോ, അതിൻ്റെ മാനേജ്മെൻറ്റ് പോലും ഈ പറയുന്ന ഹൈന്ദവരായ ആൾക്കാർ തന്നെ. ഇനിയിപ്പോൾ യൂസഫ് അലി സാഹിബിൻ്റെ ഒപ്പം നടക്കുന്ന ഒരു 10 മാനേജർ ഉണ്ടാവും, അതിലൊരു 5-6 മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദവരായ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ വന്ന ഒരു വീട്ടമ്മ വന്നിട്ട് ഇങ്ങനെ വർഗീയത തുപ്പുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള മതക്കാരിലേക്ക് ഇതിങ്ങനെ കയറിപ്പോവുകയാണ്. വേറെയായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒന്നിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായ? നമ്മുടെ വിദേശത്തെ ഫണ്ട്, വിദേശത്തെ സമ്പത്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിജയം പറയുന്നത്, നമ്മുടെ വരുമാനം പറയുന്നത്. ഇവിടെ എന്താണ് കേരളത്തിൽ കറക്റ്റായിട്ടുള്ളത്
നമുക്ക് വരുമാനമുള്ള ഒരു സാധ്യത എന്താണുള്ളത്? ഒരു മര്യാദയ്ക്കുള്ള ഒരു കമ്പനി പോലുമില്ല അല്ലേ? കൂടുതലും വിദേശത്താണ് നമ്മുടെ മലയാളികൾ കംപ്ലീറ്റ്. അപ്പോൾ ഒരു മലയാളി സ്ത്രീ വന്ന്, നോർത്ത് ഇന്ത്യ പോട്ടെ, ഒരു മലയാളി സ്ത്രീ വന്നിട്ട് ഇതുപോലെ വർഗീയത പറയുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവരായ ആൾക്കാർ കൂടുതലും മുസ്ലിം രാജ്യത്ത്, പ്രത്യേകിച്ച് UAE, അതുപോലെ തന്നെ ഖത്തർ, ബഹ്റൈൻ, ഇവിടെയെല്ലാം ഹൈന്ദവരായ ആൾക്കാർ ഇഷ്ടം പോലെ ജോലി ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ മുതലാളിമാർ കൂടുതലും മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വന്നിട്ട് നിങ്ങളൊരു മതത്തിൽപ്പെട്ട ആൾക്കാരെ അപമാനിക്കുകയോ അതുപോലെ അപകടപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കാണ് ദോഷമുണ്ടാകുക എന്നുള്ളത് നിങ്ങൾ അല്പം ചിന്തിച്ച് നോക്കൂ. വിദേശത്തുള്ള ഒരുപാട് ഹൈന്ദവരായ ആൾക്കാർ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. പല ആളുകൾ അവിടെ നിന്ന് പോലും ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു മുസ്ലിം രാജ്യത്ത് പോലും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും അവരുണ്ടാക്കുന്നത്. അവിടെ രാജഭരണമാണ്. നമ്മുടെ ഇന്ത്യയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത്, ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. നമ്മളെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന മുന്നിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഈ പറയുന്ന നമ്മുടെ മുന്നിൽ ആകെയുള്ള പ്രശ്നം നമുക്ക് ഇവരെ ഓട്ടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം ഓട്ടിച്ച് എല്ലാം ശരിയായി സെറ്റായി ഭരണങ്ങളൊക്കെ ഒരു ഭരണഘടനയൊക്കെ ഉണ്ടായി അതിലൂടെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളാണ് ഈ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും, പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നതും പ്രശ്നമാകുന്നതെല്ലാം ഹൈന്ദവരായ പാവപ്പെട്ട ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വർഗീയവാദികൾ നിങ്ങളെ വാട്സാപ്പിലേക്ക് കൊണ്ട് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും ബുദ്ധിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതേപോലെ മറ്റുള്ള മതക്കാരില്ലേന്ന്. ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച്, ഞാൻ മുസ്ലിമായ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ 100% പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണം കേട്ടോ. ഒരു സ്ഥലത്ത് പോലും വാട്സാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ള മതക്കാരായിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നില്ല. അപ്പോൾ ഇസ്ലാം പരമായിട്ട് അവരുടെ എന്താ പറയുക, ഇപ്പോൾ മൊയ്ലിയാർമാർ സംസാരിക്കുമ്പോൾ മറ്റുള്ള മതങ്ങളുടെ ആചാരത്തിലേക്ക് പങ്കെടുക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉസ്താദ്മാർ പറയുന്ന ഒരു സംഭവമാണ്. അത് സത്യം പറഞ്ഞാൽ അതും ശരിയല്ല. അത് കാരണം എന്താ വെച്ച് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കിൽ വന്നിട്ട് ഈ രീതിയിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ദോഷം വരുന്ന ഒരു സീക്രട്ടാണ്. അതായത് നിങ്ങളൊരു വിശ്വാസത്തിൽ ജീവിക്കല്ലേ, അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കയറിയിട്ട് നിങ്ങൾ ഇടപെടരുത് എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്ന രീതിയും പറയുന്ന മീഡിയയും സോഷ്യൽ മീഡിയ എല്ലാം അത് മുസ്ലിങ്ങൾക്ക് ദോഷങ്ങൾ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരുപാട് ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് എന്നെപ്പോലുള്ള സാധാരണ മുസ്ലിങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ടോട്ടലായിട്ട് ഹൈന്ദവരായ ആൾക്കാരോട്, നിങ്ങളെ സത്യം പറഞ്ഞാൽ വർഗീയത കുത്തിവെക്കാൻ വേണ്ടി മാത്രമായിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഗ്രൂപ്പുകളെല്ലാം ഒരുപാട് മെനക്കെടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് ഈ ഒരു വീട്ടമ്മ വന്നിട്ട് ഇങ്ങനെ വർഗീയത തുപ്പുന്നത്. മുസ്ലിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു പേടി രീതിയിൽ അങ്ങനെയാണ് അവരുടെ ഇഞ്ചക്റ്റ് നിങ്ങളുടെ ബുദ്ധിയിലേക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.